ജീവിതത്തിൽ നിന്ന് വരച്ചിട്ട കോറിയിട്ട വളരെ മനസ്സിൽ തട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഷെബീദയെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മറ്റൊരു കവിയാണ്, എല്ലാവർക്കും സുപരിചിതനാണ്, അക്ഷരക്കൂട്ടത്തിന്റെ തന്നെ സാരഥിയിൽ ഒരാളായ നമ്മുടെ ബഹുമാനപ്പെട്ട പി ശിവപ്രസാദ് ശിവേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ സലീം അയ്യത്ത് കവി, കഥാകൃത്ത്, നോവലിസ്റ്റുമാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ പ്രകാശകർമ്മത്തിലേക്ക് നടക്കുകയായിരിക്കും നല്ലത്. അതോ പിന്നെ നമുക്ക് പുസ്തക പരിചയം നടത്താം, അതിന് ശേഷം പ്രകാശകർമ്മമായിരിക്കും നല്ലത്. പുസ്തക പരിചയപ്പെടുത്തുന്നതിനായി ശ്രീ ഇസ്മായിൽ മേലടിയെ സ്നേഹപൂർവ്വം. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ഞാൻ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്താണ്. കയ്യിൽ എടുത്തതിന് ശേഷം താഴെ വെക്കാതെ മുഴുവൻ വായിച്ചു തീർത്തിട്ട് താഴെ വെച്ചിട്ടുണ്ട്. അത്രയും ഗ്രിപ്പിംഗ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ്. സാധാരണ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മമാരുടെ ഒരുപാട് സ്ഥിരം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ADHD ഉള്ള ഒരു കുട്ടി അത് ഓരോ ഘട്ടത്തിലും, ആ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെ അത് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എപ്പോഴും ഇത്തരം കുട്ടികളുടെ സ്വഭാവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ, ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ കുട്ടികൾ ചില സ്ഥലങ്ങളിൽ വെച്ച് പെരുമാറുക. പക്ഷെ പലപ്പോഴും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് മാതാവായിരിക്കും കൂടുതൽ. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കാത്ത ആൾക്കാരാണ്, ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ആളാണെങ്കിൽ അത് നിങ്ങൾ മര്യാദയ്ക്ക് വളർത്താത്തതുകൊണ്ടാണ്, കുട്ടിയെ നോക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ കുട്ടിക്ക് വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടുന്ന അമ്മയുടെ ഹൃദയം കാണാതെയാണ് ഈ പറയുന്നതൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന് പലപ്പോഴും പല ആൾക്കാരും കുറെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ കൊണ്ടുവന്നാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിടുകയോ ചെയ്ത് ചില മാതാപിതാക്കൾ ഉണ്ടായേക്കാം. പക്ഷേ ഷബീദയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് സ്കൂളിൽ പ്രശ്നം വന്നപ്പോൾ ഇനി സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കും എന്ന് തീരുമാനിക്കുകയും വീട്ടിൽ വെച്ച് അവനെ പഠിപ്പിക്കാനുള്ള പുതിയ പഠന രീതികൾ സ്വയം ആവിഷ്കരിക്കുകയായിരുന്നു. അതിനു വേണ്ടി ഇത്തരം കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ വിഷയത്തിൽ വളരെയധികം പഠനങ്ങൾ നടത്തുകയും ഡിഗ്രി എടുക്കുകയും ഇപ്പോൾ വീണ്ടും അതിന് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബുദ്ധിമുട്ടി അതിനെപ്പറ്റി പഠിച്ച് പുതിയ രീതികൾ അവലംബിക്കാനായിട്ട് ഈ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു. നടന്നു പോകുമ്പോൾ വായുവിൽ അക്ഷരങ്ങൾ എഴുതിക്കുക, പിന്നെ ഉള്ളത് ഈ ക്ലേ കൊണ്ട് അക്ഷരങ്ങളുടെ രൂപമുണ്ടാക്കിയിട്ട് അതിൽ കൂടെ കൈ വിരലോടിച്ചിട്ട് ആ അക്ഷരങ്ങൾ പഠിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് രീതികൾ മണ്ണിൽ എഴുതിയിട്ട് പഠിപ്പിക്കുക. അപ്പോൾ വീട്ടിലിരുന്നിട്ടും വേണമെങ്കിൽ ഇത് സാധിക്കും എന്ന് ഷബീദ തെളിയിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇതിപ്പോൾ ഒരു പിന്നെ ചെറിയൊരു അക്ഷരത്തിൻ്റെ കാര്യമാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, അതുപോലെ പിന്നെ ഈ ശ്രദ്ധ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ശ്രദ്ധ നമ്മൾ ഒരു നിമിഷം കഴിഞ്ഞ് ചിലപ്പോൾ വേറെ നിലയ്ക്ക് പോകും. ഒരു സംഗതിയിലേക്ക് സ്ഥിരമായിട്ട് ആ ശ്രദ്ധ നിൽക്കില്ല. അപ്പം അത് സാധാരണ മനസ്സിലാക്കാത്തവരാണ് അധ്യാപകരെങ്കിൽ അധ്യാപകർ സ്വാഭാവികമായിട്ടും അത് ചൂടാവും. കുട്ടികളെല്ലാം പിന്നെ അത് ശ്രദ്ധിക്കുന്ന, നീ എന്താ ശ്രദ്ധിക്കാത്ത, ഈ കുട്ടി ഭയങ്കര വികൃതിയാണ്. പക്ഷേ ഈ കുട്ടിയെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അത് വലിയ ഒരു പിന്നെ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഷബീദ തന്നെ അവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് കുട്ടിക്ക് ഈ ചിത്രം വരയ്ക്കാനുള്ള മത്സരത്തിലൊന്നും പേര് അവർ കൊടുത്തില്ല. അപ്പോൾ അവിടെ തഴയപ്പെട്ടപ്പോൾ അവൻ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ വിഷമം കൊണ്ട് അന്നു മുതൽ കളർ പെൻസിലും സാധനങ്ങളൊക്കെ മേടിച്ച് ചിത്രം വരയ്ക്കാനുള്ള കാര്യം അന്ന് തുടങ്ങി. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഇതിൻ്റെ ഒരു വലിയൊരു വളർച്ചയാണ്. അവൻ ഒരു ചിത്രകാരനായിട്ട് മാറി. സ്കൂളിൽ ഈ ചിത്രരചന മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത അധ്യാപകർക്ക് എന്താ പറയുക, ഒരു സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറയുന്ന മാതിരി മധുര പ്രതികാരം, അവൻ തന്നെ ഒരു നല്ല ചിത്രകാരനായിട്ട് മാറുകയാണ്. അതുപോലെ എപ്പോഴും ഇത്തരം കുട്ടികളുടെ ഒരു ശ്രദ്ധ വേറൊന്നിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറും. ഇവിടെ സംഭവിച്ചതും അതാണ്. ഇവന്റെ ശ്രദ്ധ മ്യൂസിക്കിലേക്ക് തിരിച്ചു വിട്ടു. അത് ആദ്യമൊക്കെ ഇവന് മ്യൂസിക് പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പ്രശ്നമുണ്ടായിരുന്നു.
ഇവൻ കുറേ നേരം വരെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കിട്ടാത്ത ഒരാളെ മ്യൂസിക് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെയും ഒരാൾ സഹായത്തിനെത്തി ഇവനെ മനസ്സിലാക്കുന്ന ഒരാൾ. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ വന്നത് ഈ കുട്ടി ഒരു നല്ല കലാകാരനായി, നല്ല മ്യൂസീഷ്യനായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പാഠം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. സാധാരണ കുട്ടികളെ തന്നെ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ മ്യൂസിക് പോലത്തെ കാര്യങ്ങൾ, ചിത്രകല പോലത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരുപാട് കാലത്തെ പരിശീലനം, ചിട്ടയായ പരിശീലനമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ചിരുത്തി ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ തന്നെ കുറേ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പഠിപ്പിച്ചെടുക്കുകയും അതേസരത്തിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള കുത്തുവാക്കുകളും അല്ലെങ്കിൽ പഴികളും ഒക്കെ അതിനൊക്കെ മറികടന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കൂടുമാറുകയും അവിടെ കുറച്ചുകൂടെ സൗഹൃദാന്തരീക്ഷം കിട്ടുകയും അങ്ങനെ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന രീതിയിൽ മകൻ ഒരു മ്യൂസീഷ്യനായിട്ട് വളർന്നു. ഒരു കൈയടിച്ച് കൊടുക്കണ്ടേ നമ്മൾ. അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്വന്തം ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട്. ഇടയ്ക്ക് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ ഈ കുട്ടിയും കൊണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ല, കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരാൾ കിടക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കുട്ടി അവിടെ ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ആ ഒരു മനസ്സുറപ്പ് കൊണ്ടും ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടി, അതുകൊണ്ടാണല്ലോ ഇവിടെ കുട്ടികളെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് ഈ നാട്ടിൽ തന്നെ വിളിക്കുന്നത്, നിശ്ചയദാർഢ്യക്കാരെന്ന്. അപ്പോൾ അത്തരം ഒരു മനഃശക്തി അതിലൂടെ സ്വയം ആർജിക്കുകയും കുട്ടിയെ അതുപോലെ തന്നെ പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ട് അവൻ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഒരു ഇൻക്ലൂസിവിറ്റി എന്നുള്ളതാണ്. പൊതുസമൂഹത്തിലേക്ക് ഈ കുട്ടികളെയും കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സാധാരണ കുട്ടികളുടെ കൂടെ തന്നെ അവർക്കും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. അത്രയും ആ ഒരു സ്ട്രഗിൾ മുഴുവൻ, താൻ അനുഭവിച്ച സ്ട്രഗിൾ മുഴുവൻ ഒരു പുസ്തകത്തിലൂടെ ഷബീദ പറഞ്ഞിരിക്കുകയാണ്. ഇത് വെറുതെ അല്ല, വിപരീതങ്ങളുടെ വിസ്മയം എന്നതിന് പേരിട്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞതാണ്, വിപരീതങ്ങളാണ്. അതിൻ്റെ ഒരു വിസ്മയം, അതിലും തന്നെ ഒരു വിസ്മയമുണ്ട്. കാരണം ഈ കുട്ടികളെ നമ്മൾ പലപ്പോഴും ഇതിന് കഴിവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന കുട്ടികൾ, പക്ഷെ ഇവർക്ക് നമ്മൾ ആരും തിരിച്ചറിയാത്ത പല കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ അതുകൊണ്ട് തന്നെ അവർ വ്യത്യസ്തരാണ്, നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. അല്ലാതെ അവർ നമ്മളെക്കാളും താഴെയല്ല, വ്യത്യസ്തർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ളത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ അതിനേക്കാളും വ്യത്യാസമുള്ള ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് കഴിവെന്ന് കണ്ടെത്തി അത് പരിപോഷിപ്പിച്ചെടുക്കാനായിട്ടുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പം അത്തരം ഒരു സ്ഥാപനം പോലും അങ്ങനത്തെ കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ചെടുക്കാനും നടത്താനൊക്കെ ഉള്ള സ്ഥാപനം തന്നെ ഉണ്ടാക്കി അതിൻ്റെ സാരഥ്യം കൂടി ഏറ്റെടുക്കുകയാണ് ഷബീദ ചെയ്തത്. അപ്പോൾ ഇത് വെറും സ്വന്തം കുട്ടിയിൽ നിർത്തിയില്ല, മറ്റുള്ളവർക്കും വേണ്ടി സഹായം ചെയ്യുന്ന രീതിയിലേക്ക്, സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് ആ ഒരു ഉദ്യമം വളർത്തിയെടുക്കാനും ഷബീദയ്ക്ക് സാധിച്ചു. അതിനൊക്കെ കൂടി നമ്മൾ ഒരുപാട് തവണ കൈയടിക്കേണ്ടി വരും. എന്തായാലും ഈ വിപരീതങ്ങളുടെ വിസ്മയം എന്നുള്ള ഈ പുസ്തകം എല്ലാവരും മേടിച്ച് വായിക്കണം. കാരണം ഇത് ഒരു വെറും പുസ്തകമല്ല, ഒരു പാഠപുസ്തകം എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളതിൻ്റെ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. അത് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് അത് എത്തിക്കണം. അതുകൊണ്ട് നമ്മൾക്കറിയാവുന്ന അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാരൻസിന് ഈ പുസ്തകം എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഇനിയും മോനെ ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലേക്ക് വലിയ തലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇനിയും ഒരുപാട് ഇത്തരം സമൂഹത്തിന് ഗുണം നൽകുന്ന ഒരുപാട് പുസ്തകങ്ങളുമായി ഷബീദ കടന്നു വരട്ടെ. ആശംസകൾ. നന്ദി. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാർക്ക് സാധാരണ ഒരു ഗായകന് പാടാൻ ബുദ്ധിമുട്ടുള്ള ഗസൽ പോലുള്ള അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അജ്മൽ മോൻ പാടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിശ്ചയദാർഢ്യമുള്ള കുട്ടികളെ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികളെക്കാൾ കവിഞ്ഞുള്ള കഴിവാണ് ഉള്ളത് എന്നാണ് ഷബീദ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആർദ്ര എന്ന ഒരു സ്ഥാപനം പുന്നേർക്കുളത്ത് നടത്തുന്നുണ്ട്. നമുക്ക് ഇനി പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അബൂബക്കർ കണ്ടുവാസം. السلام عليكم ورحمة الله وبركاته.
كولونيل ناصر والكويت. صدر لي كتاب يتكلم عن يومياتي بالأسر، صفتي أسير حرب لمدة 8 شهور في المعتقلات والسجون العراقية. الكتاب الثالث حبيت اني اتكلم عن الجالية الهندية التي كانت في الكويت اثناء الغزو العراقي. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അതിലെ ഇറാഖ് യുദ്ധം ഉള്ള സമയത്തത് കുവൈത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ പറ്റിയൊക്കെ അവരൊക്കെ ഇത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വളരെ വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരാൾ കുവൈത്തിൽ നിന്ന് കാറോടിച്ച് പിന്നെ കേരളത്തിൽ വരെ പോയി. കുവൈത്തിൽ ആ കാർ ഇപ്പോഴും വീട്ടിലുണ്ട്. هناك قصتين